തറാവീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി അല്ലാഹു തആല നൽകുമെന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമസ്കരിച്ചു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ വേദനിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. പരിശുദ്ധ റമളാനായിട്ട് പോലും അവിടുത്തെ കുട്ടികളുടെ കരച്ചിൽ ഉയരുന്നു. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധഭീതി ലോകത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറവിൽ എല്ലാ ക്യാമറകളും കണ്ണുകളും ശ്രദ്ധയും ഇങ്ങോട്ട് തിരിയുമ്പോൾ ഫലസ്തീനിന്റെ മണ്ണിൽ ജൂത രാക്ഷസ പട്ടാളം അഴിഞ്ഞാടുന്നുവെന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നു. അല്ലാഹു ആലം. അല്ലാഹു അമ്മണ്ണിലാളുകൾക്ക് അഭയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഏറ്റവും അർഹമായ രീതിയിലുള്ള ആശ്രയം അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഒരു കുഞ്ഞ് ഉമ്മയുടെ തുണിയിൽ പിടിച്ച്, പർദ്ദയിൽ പിടിച്ച് കരഞ്ഞ് ഒരു ചെറിയ കുട്ടിയുടെ ആവശ്യം ചോദിക്കുന്നത് പോലെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള റമളാനിലെ അവസാനത്തെ സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഷദ്ദ മഅ്സറഹു, തന്റെ ഉടുപ്പ്, ഡ്രസ്സ് മുറുക്കി ഉടുക്കും. വഅഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കും. വഅയ്ഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിനിടയിൽ ചെന്നുകൊണ്ട് കുടുംബത്തോട് പറയും, അസ്സലാത്ത് അസ്സലാത്ത്, നമസ്കാരം നമസ്കാരം. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം, നമസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം. എല്ലാവരും അത് സ്വീകരിച്ചോളണമെന്നില്ല. ഒരു സുന്നത്തായ നമസ്കാരല്ലേ, ചിലപ്പോ തട്ടുത്തരങ്ങളോ എതിർവർത്തമാനങ്ങളോ വന്നേക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ. ഖുർആന്റെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുക. അതിന്റെ മേലുണ്ടാകുന്ന വിഷയത്തിൽ നിങ്ങൾ ക്ഷമ കൈകൊള്ളണം. സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ ഏതാനും മണിക്കൂറുകൾ എന്നോണം ദിവസങ്ങൾ ചുരുങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു അടുത്ത റമളാനിൽ അവസരം നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. ഈ പള്ളിയിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും സഹോദര സഹോദരിമാർ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ഈ റമളാൻ ഉപയോഗിച്ചോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം. റമളാൻ എന്ന പുണ്യകരമായ ഇസ്തിഗ്ഫാറിന് പറ്റിയ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ കിട്ടിയിട്ട് കണ്ണ് നനഞ്ഞുവോ? ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ കരഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫറായി നമുക്ക് നൽകിയിട്ടുള്ളത്. ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ ഒരുക്കിയ സ്വർഗത്തെ ആലോചിച്ച്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തെ ആലോചിച്ച്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ കുറിച്ച് ചിന്തിച്ച്, പ്രിയപ്പെട്ടവരെ ചെന്ന് കിടക്കാനുള്ള 6 അടി മണ്ണിനെ കുറിച്ച് ആലോചിച്ച് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹത്താ യഊദ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യജ്തമി ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം.
അള്ളാഹുവിന്റെ മാർഗത്തിലേൽക്കുന്ന പൊടിപടലങ്ങൾ നാളെ നരകത്തിലെ പുകയുമായി യോജിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? കളിയാക്കലുകൾ ഉണ്ടാവും, കുത്തുവാക്കുകൾ ഉണ്ടാവും, ആക്ഷേപങ്ങൾ ഉണ്ടാവും. ഇന്നലെ വരെ നല്ല മഫ്തയിടാത്ത സ്ത്രീ തന്റെ നെഞ്ചിടം മുഴുവനായി മറയുന്ന വലിയ മഫ്ത ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പരിഹസിക്കാൻ ആളുണ്ടാവും. നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴച്ചവർ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കുമ്പോ പരിഹസിക്കാൻ കൂട്ടുകാരുണ്ടാവും. നീയൊക്കെ എന്നാണ് നന്നായത് എന്ന് എനിക്കറിയാമെന്ന വർത്തമാനങ്ങൾ ഉണ്ടാവും. ഹൃദയത്തെ നോയിപ്പിക്കാൻ, മനസ്സിനെ മുറിവേൽപ്പിക്കാൻ പിശാചി എല്ലാ സ്റ്റെപ്പുകളും ഉപയോഗപ്പെടുത്തും. അപ്പൊ അക്ഷമനാവാതെ, അതെ ഇന്നലകളിൽ എനിക്കറിവില്ലായിരുന്നു, ഈ വിഷയം എനിക്ക് മനസ്സിലായി, ഞാനിതാ ഇപ്പോൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന മറുപടി പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പോയ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി അല്ലേ? ഖുബാ മസ്ജിദിന്റെ പരിസരത്തുള്ള തോട്ടത്തിലിരുന്ന്, ഖുബാ മസ്ജിദിന്റെ അടുത്തുള്ള തോട്ടത്തിലിരുന്ന് ബിഇറു അരീസ് എന്ന് പറയുന്ന കിണറിൽ കാല് തൂക്കിയിട്ടിരുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ പിറകിൽ നിന്ന് ഒരാൾ വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സമ്മതം കൊടുത്തു, വലത് ഭാഗത്ത് വന്നിരുന്നു. പിന്നീട് വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. സമ്മതം കൊടുത്തു, ഇടത് ഭാഗത്തിരുന്നു. അവർ മൂന്നുപേരും തന്റെ കണങ്കാലൊക്കെ കാണിക്കുന്ന വിധത്തിൽ വസ്ത്രമൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ആ കിണറിലേക്ക് കാലും തൂക്കിയിട്ട് ഇരിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. പിന്നീട് വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഓപ്പോസിറ്റ് സൈഡ് ഈ കിണറിന്റെ തിണ്ണയിൽ ഇരുന്നു. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ആ ഇരുത്തം അവരുടെ ഖബറിനെ കുറിച്ചുള്ള ചില സൂചനയായിരുന്നു എന്ന്. അതുകൊണ്ട് ആ പ്രവാചകന്റെ വലത് ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടത് ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കുത്തുകിട്ടി മരിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു ഓടി വന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്. ആയിഷ ബീവി വാർത്തയറിഞ്ഞ് ദുഃഖിതയായി നിൽക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്റെ ഉപ്പാക്ക് മുത്തുനബിയുടെ ഓരച്ചാരത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈ ചാരത്ത് എന്റെ ഉപ്പാക്ക് ഒരു ഖബറിടത്തിന് സ്ഥലം കൊടുക്കുമോ? ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥല, പക്ഷെ സാരമില്ല, ഉമറിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അതേ റൂമിൽ ഖബറിടം കൊടുക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇവർ മൂന്ന് പേരും 63-ാമത്തെ വയസ്സിൽ ലോകം വിട്ടു പിരിഞ്ഞവരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 63-ലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു 63-ലാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ലാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു 63-ലാണ്. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അപ്പൊ 63-ന് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ ശരാശരി ജീവിതകാലം എന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതാ നമ്മുടെ ശരാശരി ജീവിതകാലം. അപ്പൊ ഇനി എത്ര വയസ്സായി നമുക്ക്? പെട്ടെന്ന് പെടുന്നനെ പരീക്ഷണങ്ങളിലൂടെ, അതല്ലെങ്കിൽ കാലവിപത്തുകളാൽ, അതല്ലെങ്കിൽ വാഹന അപകടങ്ങളാൽ, പ്രിയപ്പെട്ടവരെ, ലോകത്ത് എത്ര പേരാണ് ഓരോ ദിവസവും പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് സാധാരണ മരണം ദീർഘായുസ്സോടുകൂടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത്, ഇനി എത്ര കാലം നമുക്ക് കിട്ടും ഏറി വന്നാൽ? നമ്മൾ എന്ത് സമ്പാദിച്ചു? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എപ്പോഴാ മരിക്കുക? എന്താ സംഭവിക്കുക നാളെ? എന്ത് സമ്പാദിക്കാൻ പറ്റും നാളെ? ഒന്നും പറയാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ഈ റമദാനിൽ എല്ലാം തുറന്നു പറയാൻ, കണ്ണ് നനഞ്ഞുകൊണ്ട്, ചുണ്ടുകൾ വിതുമ്പി ഗദ്ഗദമായി, കൽബുകളും കയ്യുമെല്ലാം ആകാശത്തിലേക്ക് ഉയർന്ന് എല്ലാ മേഘപാളികളെയും തുളച്ചു കയറുമാറ് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ തേട്ടം ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. പശ്ചാത്താപവുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോ ലോകരക്ഷിതാവായ റബ്ബിന് അവനെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ, ഒരു ദിവസം 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്ന് പ്രവാചകനാണ് പറഞ്ഞത്. അസ്തഗ്ഫിറു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. മരുഭൂമിയിൽ ദീർഘദൂര യാത്ര പോയ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് തന്റെ ഭക്ഷണപാത്രങ്ങളും
തനിക്ക് മാറ്റി ഉടുക്കാനുള്ള ഡ്രസ്സും തനിക്ക് ആവശ്യമായ വെള്ളവുമെല്ലാം കെട്ടിവെച്ച് യാത്ര പോയ, ദീർഘദൂര യാത്ര നടത്തിയ യാത്രികൻ തളർന്നപ്പോ മരുഭൂമിയിൽ കണ്ട ഒരു ചെറിയ ചെടിയുടെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോ ഉറങ്ങിപ്പോയി. ആ ഒട്ടകം അയാളെ വിട്ട് നടന്നു. കണ്ണെത്താ ദൂരത്ത് എവിടെയും ഒട്ടകത്തെ ഉണർന്നു നോക്കുമ്പോൾ കാണാനില്ല. എല്ലാ സ്ഥലത്തും മണൽ കൂനകൾ, മണൽ പരപ്പുകൾ, മരുഭൂമിയിലെ ചെറിയ കാറ്റുകൾ ഇളക്കിവിടുന്ന പൊടിപടലങ്ങളല്ലാതെ ഒന്നും കാണാനില്ല. അദ്ദേഹം അവശനായി എന്തൊക്കെയോ ആലോചിച്ച് തളർന്ന് അവിടെ തന്നെ മയങ്ങിപ്പോയി. പിന്നീട് കണ്ണു തുറക്കുമ്പോ തന്റെ മുന്നിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടകമതാ വന്നു നിൽക്കുന്നു. വെള്ളപ്പാത്രം അവിടെ തന്നെയുണ്ട്. അവിടുത്തെ സാമഗ്രികളെല്ലാം ഒട്ടകപ്പുറത്തുണ്ട്. മാറ്റി ഉടുക്കാനുള്ള ഡ്രസ്സുണ്ട്, വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. അയാൾ ചാടി എഴുന്നേറ്റിട്ട് ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാനാണ് റബ്ബ്. ഇതെന്റെ പ്രസംഗത്തെ തെറ്റിയതല്ല, അയാൾക്ക് തെറ്റിയതാ. എങ്ങനെ? സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട്. നമുക്ക് സന്തോഷം കൂടിയ വാക്കുകൾ മാറിപ്പോവും. എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാനാണ് നിന്റെ റബ്ബ്. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മനുഷ്യൻ ഇത് തെറ്റിപ്പോയത് ബിശിദ്ദത്തിൽ ഫറഹ്, അമിതമായ സന്തോഷം വന്നപ്പോ തെറ്റിപ്പോയതാണ്. ഇതെന്തിനാ പ്രവാചകൻ പറഞ്ഞത്? ഇതിനേക്കാൾ എത്രയോ മടങ്ങ് സന്തോഷമാണ് ഒരടിമ, തെറ്റു ചെയ്ത അടിമ, റബ്ബേ എന്റെ ജീവിതത്തിൽ ഇന്നത് സംഭവിച്ചു പോയി, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഇന്നത് പറ്റിപ്പോയി, ഇന്നത് പറഞ്ഞുപോയി, കേൾക്കാൻ പറ്റാത്തത് കേട്ടുപോയി, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നടന്നുപോയി. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് നോട്ടം, കൽബ് കൊണ്ടുള്ള വ്യഭിചാരമാണ് ആഗ്രഹം, കൈകൊണ്ടുള്ള വ്യഭിചാരമാണ് ബത്തുഷ് സ്പർശനം, കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ് നടക്കൽ, സ്റ്റെപ്പ് വെക്കൽ, കാലുവെക്കൽ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ റബ്ബേ അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇനി ഒരു റമദാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അർറഹ്മാനും അർറഹീമും അൽ ഗഫൂറുമായ റബ്ബേ നീ എനിക്ക് പുറത്തുകൊണ്ടായെന്ന് ഒറ്റക്കൊറ്റക്കിരുന്ന് കണ്ണു നനഞ്ഞ് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നഷ്ടമാണ് നമുക്ക് ഈ റമദാൻ. ജീവിതത്തിൽ 60-70 വയസ്സുള്ള ആളുകളൊക്കെ ചിലപ്പോൾ സദസ്സിൽ ഉണ്ടാവും. 60 വയസ്സുള്ള ഒരാൾക്ക് 45 വർഷം നോമ്പ് കിട്ടി. മിനിമം 15 വയസ്സ് കൂട്ടിയാൽ തന്നെ അതിനു മുമ്പേ നോമ്പ് എടുക്കാറുണ്ട്. ഒരു പക്വതയ്ക്ക് എത്തിയ ഒരാളെന്ന നിലക്ക് ഒരു 10-40 വർഷം 45 വർഷം നോമ്പെടുക്കാൻ അവസരം കിട്ടിയിട്ട് 30 വർഷം 20 വർഷം 10 വർഷമൊക്കെ നോമ്പെടുക്കാൻ അവസരം കിട്ടിയിട്ട് നോമ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്താം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിച്ചാൽ മറ്റൊരു റിപ്പോർട്ടിൽ അവന്റെ മുഖത്തെ റബ്ബ് അകറ്റും, അവനെ അകറ്റും. എവിടെ നിന്ന്? നരകത്തിൽ നിന്ന്. 70 ഖരീഫ, എത്ര കൊല്ലം? 70 വർഷം വഴി ദൂരത്തേക്ക് മാറ്റും. ഒരു നോമ്പല്ല സ്വീകരിച്ചാൽ നരകം എന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടാരത്തിൽ നിന്ന്, ജഹീമിൽ നിന്ന്, ജഹന്നമയിൽ നിന്ന്, ലവയിൽ നിന്ന്, ഹുത്തബയിൽ നിന്ന്, വൈലിൽ നിന്ന്, സക്കറിൽ നിന്ന്, നാറിൽ നിന്ന്, നരകത്തിന്റെ 7 കവാടങ്ങളും 7 വിഭാഗത്തിൽ നിന്നും അല്ലാഹു തആല ഓരോ നോമ്പ് കൊണ്ട് 70 വർഷം വഴി ദൂരത്തേക്ക് അവനെ മാറ്റി നിർത്തുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടിയടച്ച് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും പ്രിയപ്പെട്ടവരെ തുറന്നു വെച്ചിരിക്കുന്ന ഈ സമയം അവസാന നിമിഷത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന മാസത്തിൽ, അവസാന 10-ൽ, ഈ മാസത്തിന്റെ അവസാന രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സൽക്കർമ്മം വർദ്ധിപ്പിക്കുകയാണ്, ധാരാളമായി റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്, ചെലവഴിക്കുകയാണ്, ദീനുമായി ബന്ധപ്പെട്ട ഇഅ്തികാഫ് ഇരിക്കുകയാണ്. ഖൈമ കെട്ടിയിരിക്കുക പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈമ ഒരു ടെന്റ് കെട്ടിയിരിക്കും, അതിന്റെ ഉള്ളിലിരിക്കുക. ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ല, മാക്സിമം ഉപയോഗിക്കുകയാണ്. ഹലാലായത് പോലും കുറക്കാനാ പറഞ്ഞത്. ഒരാളെ കണ്ട പരിചയപ്പെടാം, അത് ഹലാലാണ്. പക്ഷെ കുറെ സംസാരം നടത്താതെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നത്, റബ്ബിനോട് എന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പള്ളിയിൽ തന്നെ ചടഞ്ഞിരുന്ന്, പള്ളിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ദിക്റിലായി, പ്രാർത്ഥനയിലായി, ഖുർആൻ പാരായണത്തിലായി, നിസ്കാരത്തിലായി, ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന നിർണയത്തിന്റെ രാത്രിയിൽ
മാലാഖമാർ രേഖപ്പെടുത്തുമ്പോ എന്നെ കേട്ടവരെ നമ്മുടെ പേര് അതിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായി, സ്വതക്ക കൊടുക്കുന്ന ഒരാളായി, അതേ അള്ളാഹുവിന്റെ മാർഗത്തിൽ കരഞ്ഞുകൊണ്ട് സ്വർഗം ചോദിക്കുന്ന ഒരാളായി, റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കുന്ന ഒരാളായി രേഖപ്പെട്ട് കാണാൻ നാം കൊതിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ 15 മിനിറ്റായി, ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സഹോദരങ്ങളെ, റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മുടെ മനസ്സ് പിടക്കാൻ, നമ്മുടെ മനസ്സുകൾക്ക് വിറകൊള്ളാൻ സമയമായിട്ടുണ്ടോ? എന്റെ നിസ്കാരം കറക്റ്റാണോ? 5 നേരത്തെ നിസ്കാരം ഈ നോമ്പിലൂടെ ഞാൻ ഇഖാമത്ത് കൊടുത്തിട്ട് ഷോപ്പടച്ച് വരലുണ്ട്. ചിലപ്പോൾ 2 റക്അത്ത് കിട്ടും, ചിലപ്പോൾ 1 റക്അത്ത് കിട്ടും, ചിലപ്പോൾ കിട്ടാറില്ല, ചിലപ്പോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരാറുണ്ട്. അല്ല, ഈ റമദാനിൽ നമ്മൾ കൃത്യമായി ജമാഅത്ത് നിർവഹിച്ചു. ഇനി 11 മാസക്കാലത്തേക്ക് എന്റെ ജമാഅത്ത് പോകാതിരിക്കുവാനുള്ള, എന്റെ ജമാഅത്തിനെത്താനുള്ള, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള പരിശീലനമാണ് എനിക്ക് നോമ്പിലൂടെ കിട്ടിയിട്ടുള്ളത്. എന്റെ സ്വത്ത് അത് റബ്ബ് തന്നതാണ്. റബ്ബ് എനിക്ക് അനുഗ്രഹമായി നൽകിയതാ, പരീക്ഷണമായി നൽകിയതാ. അതിന്റെ 2.5% കണക്കുകൂട്ടി സക്കാത്ത് കൊടുത്തവനാണ് ഞാൻ. എന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണം നടത്താൻ എനിക്ക് അല്ലാഹു തആല ഒരു പരിശീലനം നൽകുകയാണ്. ഈ ബോധത്തിലൂടെ, ഈ ക്ലാസ്സുകളിലൂടെ, ഈ പള്ളിയിൽ ഇരിക്കുന്നതിലൂടെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നതിലൂടെ അതിന് സാധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥസഹിതം പരിശുദ്ധ ഖുർആൻ ഒരാവർത്തിയെങ്കിലും വായിക്കാത്തവർ ചക്കരക്കല്ലിലെ ഈ പള്ളിയിൽ ഉണ്ടാവരുത്. സ്ത്രീകളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. ജീവിതത്തിൽ ഒരു തവണ പോലും ഖുർആനിന്റെ പരിഭാഷ ഞാൻ പൂർണ്ണമായി വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ ഖുർആനുമായി നിരന്തരമായ ബന്ധം നമുക്കുണ്ടാകണം. സ്വഹാബികൾ ആദ്യ 10 തന്നെ 3 ദിവസം കൂടുമ്പോൾ ഒരു തവണ ഖുർആൻ ഓതി തീർക്കും. എന്നാൽ അവസാന 10 താബീങ്ങളൊക്കെ പറയുന്നത് ഒരു ദിവസത്തിൽ ഖുർആൻ ഓതി തീർക്കുമായിരുന്നു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഒരു ദിവസം നിസ്കാരത്തിൽ 1 റക്അത്ത് മാത്രം രാത്രി നിസ്കരിച്ചത്. ഖുർആൻ മുഴുവനും ഓതി. ഒറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവനും ഓതി. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. അന്ന് 1 റക്അത്ത് നിസ്കരിച്ചത്. കാരണം 2ാമത് റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമില്ല, അപ്പോഴേക്കും സമയം കഴിഞ്ഞു. ഒറ്റ റക്അത്ത് നിസ്കരിച്ചത്. ഖുർആൻ മുഴുവനും 1 റക്അത്തിൽ ഓതി. അല്ലെ? അപ്പൊ അവിടെയൊക്കെ നിസ്കാരത്തിന്റെ ദൈർഘ്യവും ദീർഘമായ ആ പാരായണവും ഒക്കെ എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ഒരാത്മ പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. റബ്ബ് നമ്മെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തനായ അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ, അള്ളാഹുവെ നിന്നെ ഓർത്തുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുവാൻ, നിന്നെ ഓർത്തുകൊണ്ട് നരകമോചനം ചോദിക്കാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ ദിവസവും രാവിലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന് 3 വട്ടം പറയുന്ന നമുക്ക് അത് സ്വീകരിച്ചുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി ജാമ്യം പറയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രബോധകന്മാരിൽ, സാധാരണക്കാരിൽ, പണ്ഡിതന്മാരിൽ, ഇതിന്റെ പ്രവർത്തകന്മാരിൽ അള്ളാഹുവെ, ഈ ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരിൽ, ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായ വിഭ്രാന്തിയുള്ളവരുണ്ട്. അവർക്കൊക്കെ നീ ശമനം നൽകി, ആശ്വാസം നൽകി അള്ളാഹുവെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ലൈലത്തുൽ ഖദർ ഈ വർഷത്തിൽ പ്രസവനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നാളെ മനസ്സിലാകുന്ന വിധത്തിൽ റബ്ബേ വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇനി വരാൻ പോകുന്ന ദിവസമാണെങ്കിൽ അതിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, നിന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിന്റെ പേരിൽ മാത്രം വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അഭയവും ആശ്രയവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ലോകത്തിന്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.